സൺഡേ ശലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ലെബനോണിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ ഫോഴ്സുകളും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോഴും അവിടെ ഇസ്രായേൽ ഭടന്മാർക്ക് പരിക്കേൽക്കുന്നുണ്ട്. 8 ഇസ്രായേലി കാഷ്വാലിറ്റീസ്, IDF ഭടന്മാർ 8 പേര് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും ലോകത്തിൻ്റെ മുൻപിലെ ഏറ്റവും വലിയ സസ്പെൻസ് ഇറാനോട് ഇസ്രായേൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഹൂതികളെയും പലസ്തീൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഹമാസിൻ്റെ പ്രവർത്തകരെയും ഹിസ്ബുള്ളയെയും ഒരേ സമയം നേരിട്ടുകൊണ്ട് ഇസ്രായേൽ ഇറാൻ്റെ കൈകൾക്കാണ് മുറിവേൽപ്പിച്ചത് എന്ന് ഇറാൻ നേരിട്ട് ഇതിൽ ഇടപെട്ടതിലൂടെ ലോകത്തോട് തുറന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. ഹമാസ് ആവട്ടെ, ഹൂതികളാവട്ടെ, ഹിസ്ബുള്ളയാവട്ടെ, ഇതൊക്കെ ഇറാൻ്റെ കൈകളാണ് എന്ന് ഇന്നലത്തെ ഒരു ആക്രമണത്തോടെ ഇറാൻ ലോകത്തോട് തുറന്ന് സമ്മതിച്ചു. കാരണം ഇസ്രായേൽ ഒരിക്കലും ഇറാനെ നേരിട്ട് ആക്രമിച്ചിട്ടില്ല. ഇറാനെ ആക്രമിക്കാത്ത ഇസ്രായേലിന് നേരെ എന്തുകൊണ്ട് ഇറാൻ ഇത്ര ഭീകരമായ ഒരു മിസൈൽ ആക്രമണം 200 മിസൈലുകൾ അയച്ചു എന്ന് അവർ തന്നെ പറയുന്നു. എന്തുകൊണ്ട് 200 മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ വിക്ഷേപിച്ചു എന്നതിന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് ഉത്തരം പറയേണ്ടത് ഇറാനാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ എന്താ പ്രശ്നം? ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. ഹമാസ് ആയിക്കൊള്ളട്ടെ, ഹിസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഹൂതികളായിക്കൊള്ളട്ടെ, ഇതൊക്കെ ഇറാൻ തന്നെയാണ്. അവർക്ക് നോവുന്ന സമയത്ത് ആ നോവല്ല, വേദന ഇറാന് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇത് ഇൻ്റർനാഷണൽ കോർട്ടിൽ ഇസ്രായേലിന് വലിയ സഹായമായി വരും. കാരണം ഹമാസിനെ നേരിടുന്നതിനിടയിൽ ഹമാസ് ഹ്യൂമൻ ഷീൽഡായി ഉപയോഗിച്ച സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വധിച്ചു കളഞ്ഞു എന്നുള്ള ഒരു കള്ളക്കേസ് ഇൻ്റർനാഷണൽ കോർട്ടിൽ ഇത് യുദ്ധക്കുറ്റങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തി ഇസ്രായേലിനെതിരെ കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ അത് പരിഗണിക്കുന്നില്ലെങ്കിൽ കൂടി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ കണ്ണിൽ അത് ഗൗരവമുള്ളൊരു കേസാണ്. ആ കേസും ഉത്തരവായി. കാരണം അവിടെ ആളുകൾ കൊല ചെയ്യപ്പെടാനുള്ള കാരണം ഇറാൻ നയിച്ച പ്രോക്സി വാറാണെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. ഇറാൻ അവിടെ ഒരു പ്രോക്സി വാർ നയിക്കുകയായിരുന്നു. വേറൊരു രാജ്യം ഇസ്രായേലിനെതിരെ ഇസ്രായേലിന് നിയന്ത്രിതമായ അധികാരങ്ങളുള്ള ഏരിയയിൽ വന്ന് പലസ്തീൻ ഇപ്പോഴും 100% ഫ്രീ അല്ല. ഇനിയിപ്പം ഈ പറയുന്ന ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്ന സ്ഥലം ഇനി ഒരു കാലത്തും ഫ്രീ ആവാൻ പോകുന്നുമില്ല. കാരണം അവരെ അവിടെ നിന്ന് ആക്രമിച്ച സ്ഥിതിക്ക് ഗാസ സ്ട്രിപ്പിൽ ഇനി ഒരിക്കലും പാലസ്തീനുകൾക്ക് ഫ്രീ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ കിട്ടുമെന്ന് സ്വപ്നമേ വേണ്ട. അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. വെസ്റ്റ് ബാങ്കിൽ നിന്ന് അത്ര ഒരു കാര്യം സംഭവിക്കാത്തതുകൊണ്ട് വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യം തൽക്കാലം സുരക്ഷിതമാണ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ യാതൊരു കാര്യവുമില്ലാതെ ഇറാൻ ഇവരെ കയറി ആക്രമിക്കുക വഴി ഇതുവരെയുള്ള എല്ലാ ഭീകര പ്രവർത്തനങ്ങളുടെയും നിയമപരമായ ഉത്തരമായി എന്നുള്ളതാണ് ശരി. ഇസ്രായേൽ എപ്പോഴും പറയുന്നു ഞങ്ങൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നു. ഇത് ഇറാൻ്റെ ഈ ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള നിലനിൽപ്പ്, എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ് എന്ന് 10 വട്ടം തെളിയിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ചരിത്രപരമായി നോക്കുമ്പോൾ എല്ലായിടത്തും ആക്രമണങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത് ഇസ്രായേൽ അല്ല, ഹമാസാണ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കം ഹമാസാണ്. ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഇരച്ചു കയറുകയും 1200ഓളം ആളുകളെ, കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കം ആളുകളെ, ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിച്ച ആളുകളൊന്നുമല്ല, അവരവിടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തവരോ വീട്ടിൽ കിടന്നുറങ്ങിയവരോ വഴിയിലൂടെ സഞ്ചരിച്ചവരോ ആയിട്ടുള്ള ആളുകളാണ്. ആരും അവരെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിച്ചതല്ല. അങ്ങനെയുള്ള ആളുകളെ കൊലപ്പെടുത്തുകയും 200ഓളം ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത സ്ത്രീകളും കുട്ടികളാണ് ഭൂരിഭാഗമായിട്ടുള്ള ആളുകൾ. അവരെ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കുകയും അതിൽ കുറേ അധികം ആളുകളെ വളരെയേറെ വികൃതമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി കൊന്നുകളയുകയും അവരെയും ഹ്യൂമൻ ഷീൽഡായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ബാക്കി ഫലമാണ് ഹമാസിനെതിരെ ഇസ്രായേലിന് ആക്രമണം നടത്തേണ്ടി വന്നത്. അതിനെതിരെ ഹിസ്ബുള്ള നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ പേരിലാണ് ഹിസ്ബുള്ളയുടെ നേരെ ഇസ്രായേലിന് തിരിയേണ്ടി വന്നത്. ഇനി ഹിസ്ബുള്ളയുടെ നേരെ തിരിഞ്ഞ സമയത്ത് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചതുകൊണ്ടാണ് യമനിൽ പോയി ഹൂതികളോട് വളരെ പരിമിതമായ തോതിലാണെങ്കിലും ഒരു മറുപടി പറയേണ്ട സാഹചര്യം ഇസ്രായേലിനുണ്ടായത്. നിശ്ചയമായും അതും അവർ സെറ്റിൽ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരെ സംബന്ധിച്ച് എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. ഇറാനെ സംബന്ധിച്ച് എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമല്ല, അഹങ്കാരത്തിൻ്റെ പ്രശ്നമാണ്. അവരുടെ മതത്തിൻ്റെ സുപ്രീമസി ലോകത്തിൻ്റെ മുകളിൽ, ഇസ്രായേലിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള അവരുടെ തത്രപ്പാടിൻ്റെ ഭാഗമായി അവർ ചെയ്യുന്ന കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ജീവിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ ഫലസ്തീൻ എന്നാണ് പുതുതായിട്ട് പറയുന്നത്. ഇപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്നത് പലസ്റ്റൈനാണ്. ഈ ഫലസ്തീൻ എന്നുള്ളത്, പാലസ്റ്റൈൻ എന്നുള്ള വാക്ക് അറബികൾക്ക് ഉച്ചരിക്കാൻ അറിയാത്തത് കൊണ്ട് അറബികൾ അതിനിട്ട പേരാണ് ഫലസ്തീൻ. പല ആളുകളും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു അറബ് റീജിയൻ ആണെന്നാണ്. പാലസ്റ്റൈൻ എന്നുള്ളത് റോമൻ എംപയറിലെ ഒരു പ്രോവിൻസാണ്. സിറിയൻ പ്രോവിൻസിനോട് ചേർന്ന് അവർ ഭരിച്ചിരുന്നതാണ്.
ഓട്ടോമൻ എംപയർ 1512 മുതൽ ഈ അറബ് റീജിയൻ മുഴുവൻ, ഇന്ന് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള മണ്ണടക്കമുള്ളത് മുഴുവൻ ഓട്ടോമൻ എംപയർ കൈയടക്കി വെച്ചിരുന്നതാണ്. ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് തുർക്കി ആസ്ഥാനമായി, ഇസ്തംബുൾ ആസ്ഥാനമായി ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ഭരണമാണ്, വലിയ രാജഭരണമാണ്. അപ്പോൾ ഖലീഫമാരുടെയൊക്കെ കാലം കഴിഞ്ഞ ശേഷം അവരുടെ തന്നെ പിന്തുടർച്ചക്കാർ എന്ന് അവകാശപ്പെടുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു ഓട്ടോമൻ എംപയർ എന്ന്. വലിയ ശക്തിയായിരുന്നു അത്. ബൈസന്റൈൻ റോമിനെ ഇല്ലാതാക്കിയതൊക്കെ ഈ ഓട്ടോമൻ എംപയർ ആണെന്നുള്ളത് ചരിത്രം വായിച്ചാൽ മനസ്സിലാകും. റോമൻ എംപയർ എന്ന് പറയുന്ന ആ സംഗതിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത്, അതിൻ്റെ അവസാന ഭാഗം ഇല്ലാതാക്കിയത് ഓട്ടോമൻ എംപയറാണ്. അപ്പോൾ ഓട്ടോമൻ എംപയറിൻ്റെ കീഴിൽ വന്ന സ്ഥലങ്ങളിൽ ഈജിപ്തിനും ജോർദാനും സിറിയയ്ക്കും ലെബനോണും ഒക്കെ ഫ്രീഡം കിട്ടിയപ്പോഴും എന്തുകൊണ്ട് ഈ പലസ്റ്റൈൻ റീജിയണിന് ഫ്രീഡം കിട്ടിയില്ല? കാരണം അതിന് കൃത്യമായ അവകാശങ്ങളില്ലായിരുന്നു. ഇതിൻ്റെ കൃത്യമായ അവകാശികൾ ആരാണ്? ഇതിൻ്റെ കൃത്യമായ അവകാശികൾ ഡേറ്റ് ബാക്സ് ടു BC 1400. BC 1400 പോകണം. അന്ന് അവിടെ ഈജിപ്തിൽ നിന്ന് കുടിയേറി വന്ന ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങൾ കീഴടക്കി അവരുടെ താമസ സ്ഥലമാക്കി മാറ്റിയ പ്രദേശമാണിത്. അവർക്ക് ആദ്യമായി ഉണ്ടായ രാജാവ് സാവൂൾ, അദ്ദേഹത്തിന് അതിർത്തികളെ പെർഫെക്റ്റ് ആക്കാൻ പറ്റിയില്ല. രണ്ടാമത് വന്ന രാജാവാണ് ഡേവിഡ്. അദ്ദേഹമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിർത്തികൾ വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് സ്ഥാപിച്ചെടുത്താണ്. അത് അദ്ദേഹത്തിൻ്റെ മകൻ സോളമൻ കണ്ടിന്യൂ ചെയ്തു. സോളമന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അവർ തമ്മിൽ തല്ലി ആ രാജ്യത്തിൻ്റെ ശക്തി കുറഞ്ഞു പോവുകയും ഈ BC 750 അസീറിയ അതിൻ്റെ ഒരു ഭാഗം, ഇപ്പോഴീ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന റീജിയനാണത്, പിന്നീട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് 2 കഷ്ണങ്ങളായി മാറിയ സമയത്തുണ്ടായിട്ടുള്ള ഒരു പീസാണ്. അപ്പം ആ പീസ് അസീറിയ കീഴടക്കി. അതിനുശേഷം 581 BC 581 ബാബിലോൺ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ പൂർണ്ണമായും കീഴടക്കി. അപ്പം അതിനുശേഷം ഒരു കാലത്തും യഹൂദർക്ക് അവിടെ ആ രാജ്യത്ത് സ്വന്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നീട് വന്ന വിവിധ സാമ്രാജ്യങ്ങൾ ആ സ്ഥലം കൈയടക്കി വെക്കുകയായിരുന്നു. പിന്നീട് വന്ന ഗ്രീക്കുകാരാവട്ടെ, അതിനുശേഷം വന്ന റോമൻകാരാവട്ടെ ഒക്കെ അവർ ആ സ്ഥലം കൈയടക്കി വെക്കുകയാണ്. അപ്പോൾ റോമാക്കാർ ആ സ്ഥലം കൈയടക്കി വെച്ചപ്പം അവർ സിറിയയോട് ചേർത്താണ് ഈ പാലസ്റ്റീൻ എന്ന് പറയുന്ന പ്രോവിൻസിനെ അവർ ഭരിച്ചിരുന്നത്. ഏകദേശം BC 50 അടുപ്പിച്ചാണ് ഈ റീജിയണ് പാലസ്റ്റീൻ എന്നുള്ള പേര് വരുന്നത്. ബൈബിളിൽ പീലാത്തോസ് പാലസ്റ്റീന ഗവർണർ എന്നുള്ള ഒരു റെഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ പാലസ്റ്റീൻ എന്നുള്ളത് അറബിക്കോ ഫലസ്തീൻ ഒന്നുമല്ല, അത് പാലസ്റ്റീനാണ്. അത് പിന്നീട് അറബികൾ അവരുടെ നാവിന് പാലസ്റ്റീൻ എന്നുള്ള വാക്ക് വഴങ്ങാതെ വന്നപ്പോൾ അവർ ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞതാണ്. അതിപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്, അതാണ് ശരിയായ ഉച്ചാരണം എന്ന് ചിന്തിച്ചുകൊണ്ട്. പിന്നീട് AD 70 ജൂതന്മാർ റോമിനെതിരെ ഒരു റെബലിയൻ നടത്തുകയും റോമാക്കാരെ ജൂതന്മാരെ ചവിട്ടിയരച്ച് കളയുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ആ പ്രദേശം ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, കേരളത്തിലേക്ക് അടക്കം, കൊച്ചിയിൽ വരെ അടക്കം അവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവേണ്ടി വന്നു. പിന്നീട് ഇത് റോമൻ ആധിപത്യത്തിലായിരുന്നു. റോമൻ ആധിപത്യത്തിൽ നിന്ന് പിന്നീട് മുസ്ലിം മതം AD 500 അവസാനത്തോടെ രൂപീകരിക്കപ്പെട്ടു വന്നതിൻ്റെ ഭാഗമായി AD 600 ഭാഗമായി മുസ്ലിം ഇൻവാഷൻ ഉണ്ടാവുകയും ഈ പ്രദേശങ്ങളൊക്കെ മുസ്ലിങ്ങൾ കൈയടക്കുകയും ചെയ്തു. പിന്നീട് വിവിധ മുസ്ലിം രാജവംശങ്ങൾ ആ പ്രദേശം കീഴടക്കി ഭരിച്ചു. കുറച്ചു കാലം AD 1100 അടുപ്പിച്ച് കുരിശുയുദ്ധങ്ങൾ ഉണ്ടാവുകയും ആ കുരിശുയുദ്ധങ്ങളുടെ ഭാഗമായി വീണ്ടും കുറച്ചു കാലം അത് ക്രൈസ്തവരുടെ കയ്യിൽ വരികയും ഏകദേശം ഒരു 100 വർഷത്തോളം കാലഘട്ടം അത് ക്രൈസ്തവരുടെ കയ്യിലായിരിക്കുകയും അതിനുശേഷം വീണ്ടും അത് മുസ്ലിം ഭരണത്തിലേക്ക് പോവുകയും 1500 ശേഷം അത് ഓട്ടോമൻ എംപയറിൻ്റെ കീഴിൽ വരികയുമാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദാവീദിൻ്റെ രാജ്യം എന്നുള്ളതാണ്. ആ ഐഡൻറ്റിറ്റി സ്ഥാപിക്കുവാൻ അവിടെ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പം ഈ ഒരു റീജിയണിന് മാത്രം സ്വാതന്ത്ര്യം കിട്ടാതെ പോയത്. അപ്പം ആ സമയത്ത് 1800 അവസാനത്തോടെ ഫോം ചെയ്ത സയനിസ്റ്റ് മൂവ്മെൻറ്റ് വിയന്നയിലായിരുന്നു അതിൻ്റെ ആസ്ഥാനം. ആ സയനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ആളുകൾ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദന്മാരെ റീഗ്രൂപ്പ് ചെയ്യുകയും ആദ്യമൊക്കെ അത് വളരെ സ്ലോ ആയിരുന്നു. പിന്നീട് റഷ്യയിൽ 1905 പരാജയപ്പെട്ട വിപ്ലവത്തിന് ശേഷം റഷ്യയിൽ നിന്ന് ധാരാളമായി യൂതന്മാർ ഈ പാലസ്റ്റീൻ റീജിയനിലേക്ക് വരികയും അന്ന് അവിടെ താമസിച്ചിരുന്ന അറബികളുടെ അടുത്തുനിന്ന് ഭൂമി വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു. പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സയനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു സ്വാധീനത്തിൽ ധാരാളം യൂതന്മാർ ഈ റീജിയനിലേക്ക് വന്ന് അന്ന് അവിടെ താമസിച്ചിരുന്ന അറബികളുടെ കയ്യിൽ നിന്നും ഭൂമി വില കൊടുത്ത് വാങ്ങി അവിടെ ജൂതന്മാരുടെ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ 1930 ആയപ്പോഴേക്കും അവിടെ ജൂതന്മാരുടെ വലിയ സെറ്റിൽമെൻറ്റുകൾ വന്നു. അപ്പോൾ അവരത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ചെയ്തത്.
അവരുടെ റീജിയനിൽ അവർ മാത്രം വരത്തക്ക രീതിയിൽ അവരങ്ങനെ വളർത്തി കൊണ്ടുവന്നു. അപ്പോൾ ഇത് പിന്നീട് ഈ അറബികൾക്ക് ഇത് മനസ്സിലായപ്പോഴേക്കും കാലം വൈകിപ്പോയി, പിന്നെ അവർ തമ്മിൽ തല്ലായി. അപ്പോൾ അത് ബ്രിട്ടൻ്റെ കയ്യിലാണ്. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രദേശം വന്നത്. ബ്രിട്ടൻ സയനിസ്റ്റ് മൂവ്മെൻറ്റുമായി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിരുന്നു ഈ റീജിയണിൽ ജ്യൂസിന് ഒരു ഭൂമി പതിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ 1947 വാസ്തവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ടു നേഷൻ തിയറി ഒന്നാമതായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. അവിടെ ജൂതന്മാർക്ക് ഒരു ഏരിയയും പാലസ്തീനിൽ പാലസ്തീൻ പ്രദേശത്ത് അന്ന് താമസിച്ചിരുന്നവർ നമുക്ക് തൽക്കാലം പാലസ്തീനികളെന്ന് വിളിക്കാം, പാലസ്തീനികൾ എന്ന് പറയുന്നവർക്ക് വേറൊരു പ്രദേശം. അങ്ങനെയാണ് ഈ വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും അവർക്കായിട്ടും ബാക്കിയുള്ള ഭാഗങ്ങൾ ജൂതന്മാർക്കായിട്ടും വിഭജിച്ചുകൊണ്ട് ടു നേഷൻ വരുന്നത്. അറബ് രാജ്യങ്ങൾ ആരും ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അവർക്ക് ഈ പറയുന്ന പ്രദേശങ്ങൾ, ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം ജോർദാനോട് ചേർന്നും ബാക്കി ഇസ്രായേലിൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള ഭൂരിഭാഗം പ്രദേശങ്ങൾ ഈജിപ്തിനോട് ചേർന്നും കുറച്ച് ഭാഗം സിറിയയോട് ചേർന്നുമാണ് കിടന്നിരുന്നത്. അപ്പം ആ രാജ്യങ്ങൾക്ക് അത് കയ്യിൽ വയ്ക്കണം, അതവർക്ക് വിടാൻ കഴിയില്ല. അപ്പോൾ അവർ ഈ ടു നേഷൻ തിയറിയെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. അന്ന് ടു നേഷൻ തിയറി അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രശ്നമേ ഉണ്ടാവുകയില്ല. ജൂതന്മാർ സമാധാനമായിട്ട് അവർക്ക് കിട്ടിയ സ്ഥലത്ത് ജീവിച്ചേനെ, പലസ്തീനികൾ അവർക്ക് കിട്ടിയ സ്ഥലത്ത് അവരും ജീവിച്ചേനെ. ഇത് അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അപ്പോൾ അവരത് അംഗീകരിക്കാതിരിക്കുകയും 48 യുദ്ധം ചെയ്ത് ഭംഗിയായി പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ ആഗ്രഹം, ഈ കൊതി, അപ്പോഴെങ്കിലും അവർക്ക് ടു നേഷൻ തിയറി അംഗീകരിക്കാമായിരുന്നു. അപ്പോഴും ആ ടു നേഷൻ തിയറി അംഗീകരിക്കാതെ ഇവരെ ഇത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി നമ്മളുടെ രാജ്യത്തോട് ചേർക്കാമെന്ന് വിചാരിച്ചുള്ള കൊതിയോടുകൂടി വീണ്ടും 65 വലിയ യുദ്ധം നടത്തി അന്തസ്സായിട്ട് പരാജയപ്പെട്ട് മുഴുവൻ സ്ഥലവും നഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതിനുശേഷം അവരൊക്കെ ഈ പരിപാടി നിർത്തി. ഇസ്രായേൽ മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഭൂമി വിട്ടു തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറേശ്ശെയായിട്ട് ഭൂമി വിട്ടുകൊടുത്ത് ഈ വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും പാലസ്തീനുകൾക്ക് വിട്ടുകൊടുക്കുകയും ബാക്കിയുള്ള ഭാഗം ഇസ്രായേൽ രാജ്യമാക്കുകയും ചെയ്തു. 1948 തന്നെ ഇസ്രായേൽ എന്ന രാജ്യം അവർ പ്രഖ്യാപിച്ചു. അവർ ലീഗ് ഓഫ് നേഷൻസിൻ്റെ, അന്ന് ലീഗ് ഓഫ് നേഷൻസ് ആണ്, പിന്നീട് യുണൈറ്റഡ് നേഷൻസായി, ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആ പ്രപ്പോസൽ അവർ അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുള്ളത്. അവരന്നും ഇന്നും അവർ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമായി നിൽക്കുന്നു. അവരെ അങ്ങോട്ട് ആക്രമിച്ച് തിരിച്ച് അടി വാങ്ങിയതല്ലാതെ വേറെ ഒന്നും ഒരിടത്തും സംഭവിച്ചിട്ടില്ല. അപ്പം അതിനുശേഷമാണ് 78-79 ഇറാനിലെ ഷായെ അട്ടിമറിച്ചുകൊണ്ട് ഈ പറയുന്ന മത റെജീമോട് വരികയും അവരുടെ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായി ഈ ഇസ്രായേലിൽ നിന്ന് മര്യാദ പഠിപ്പിച്ചളെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ അവസാന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലും ഇന്നലെ അവർ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇപ്പം ലേറ്റസ്റ്റ് ന്യൂസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ ചില മിസൈലുകൾ ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് ബേസിൽ വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കാര്യമായി പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ എയർ സ്ട്രിപ്പുകളിൽ ഒക്കെ വന്ന് വീണ് അവിടെ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. വിമാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ ഒന്നും പരിക്കില്ലാന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1-2 ആളുകൾക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് അവർക്ക് പ്രതികാരത്തിനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. ആരംഗീകരിക്കും, അവരുടെ രാജ്യത്തെ ആക്രമിച്ചാണ്. അപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് വി ആർ റിസർവിങ് ദ റൈറ്റ് ടു റെസ്പോണ്ട് എന്നാണ്. പ്രതികരിക്കാനുള്ള ഞങ്ങളുടെ അവകാശം ഞങ്ങളിവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏത് സമയത്ത് ഏത് സ്ഥലത്ത് തിരിച്ചടിക്കണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. അപ്പം US പറഞ്ഞിട്ടുണ്ട് അവരുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസിനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ അതിന് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് നിശ്ചയമായും ഇസ്രായേലിൻ്റെ ഒരു ടാർഗറ്റ് ആയിരിക്കും. കാരണം ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് തല്ലിത്തകർക്കുക എന്നുള്ളതാണ് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസിൽ ഇൻ്റർവീൻ ചെയ്യുന്ന സമയത്ത് വലിയ ഹ്യൂമൻ കാഷ്വാലിറ്റി ഉണ്ടാവും. കാരണം അതൊരു ന്യൂക്ലിയർ ബോംബ് പോലെ ആക്ട് ചെയ്യും. ഒന്നുകിൽ അതിന് മുകളിൽ മിസൈൽ ഇടുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഓൾറെഡി സ്പൈസ് ഉണ്ടെങ്കിൽ സ്പൈസിനെ ഉപയോഗിച്ച് അതിനകത്തുള്ള കൺട്രോൾ റോഡുകൾ എന്ന് പറയും. ഇത് ന്യൂക്ലിയർ റിയാക്ഷൻ തന്നെയാണ്, ബോംബ് പോലെ തന്നെയാണ്. അതിനകത്ത് ന്യൂട്രോണുകളുടെ എണ്ണം, അതായത് ന്യൂക്ലിയർ റിയാക്ഷനിലുള്ള അണുവിൻ്റെ എണ്ണം ഒരു പരിധി വിട്ട് അധികമാകുന്ന സമയത്ത് കൺട്രോൾ റോഡ് എന്ന് പറയുന്ന ലെഡ് ഉപയോഗിച്ച് ന്യൂട്രോണുകൾ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ കൺട്രോൾ റോഡുകൾ വർക്ക് ചെയ്യാതിരുന്നാൽ ഇതൊരു ബോംബായി മാറും. അത് ആ ന്യൂക്ലിയർ സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ ആയതുകൊണ്ട് അവരെവിടെയൊക്കെ തുറന്നു കയറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതിൽ തന്നെ അതൊരു ബോംബായി മാറും. ഇല്ലെങ്കിൽ പുറമേ നിന്നുള്ള എന്തെങ്കിലും മിസൈൽ പോലുള്ള ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള മുഴുവൻ മെഷീനറികളും തകരാറാവും. സ്വാഭാവികമായും ഈ പറഞ്ഞ കൺട്രോൾ റോഡുകളുടെ വർക്കിംഗ് ബ്ലോക്ക് ആവും. അതൊരു ന്യൂക്ലിയർ എക്സ്പ്ലോഷനിലേക്ക് നയിക്കും. പക്ഷേ ഇസ്രായേൽ ഇറാൻ ജനതയ്ക്ക് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. ഇറാൻ ജനത അവരുടെ ശത്രുവല്ല എന്നുള്ളത്. അവരുടെ ശത്രു എന്ന് പറയുന്നത് ഈ മതഭീകരന്മാർ ഉൾപ്പെടുന്ന രാഷ്ട്ര തലവന്മാർ മാത്രമാണ്. അവരുടെ നേരെ മാത്രമേ അവർ ആക്രമണം ഉദ്ദേശിക്കുന്നുള്ളൂ എന്നും ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്ന പ്രോമിസുകൾ പൊതുവെ പാലിക്കുന്നവരാണ്.
അപ്പോൾ അതുകൊണ്ട് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് അവർ ആക്രമിക്കുകയില്ല എന്ന് തന്നെ നമുക്ക് ആശിക്കാം. കാരണം അങ്ങനെ ചെയ്യുന്നത് വലിയ കടുങ്കയാണ്. അവരെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഏത് തരത്തിലും അവർക്ക് റിയാക്ട് ചെയ്യാം. കാരണം വെറുതെ ഇരുന്ന് അവരുടെ, അല്ലെങ്കിൽ അവർ എവിടെയോ യുദ്ധം ചെയ്യുന്നു, അതിലൊന്നും ഇല്ലാത്തവർ ഇറാൻ പോയിട്ട് അവരുടെ തലയിൽ കൊണ്ടുപോയിട്ട് മിസൈൽ ഇടുന്നു. അപ്പോൾ നിശ്ചയമായും അവർക്ക് പ്രതികാരം ചെയ്യാം. ആ പ്രതികാരം എങ്ങനെ വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം. കാരണം അവരുടെ തലയിൽ കൊണ്ട് എന്നതാ ഇടേണ്ടതെന്നുള്ളത് തീരുമാനിച്ചത് ഇറാനാണ്. ഇനി തിരിച്ചങ്ങോട്ട് എന്നതാ കൊണ്ട് ഇടേണ്ടതെന്നുള്ളത് ഇവർക്ക് തീരുമാനിക്കാം. അപ്പം ഇറാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറാൻ മിസൈലുകൾ പറപ്പിച്ചാണ് ഇവരുടെ മുകളിൽ കൊണ്ടിട്ടിട്ടുള്ളത്. ഈ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് കിടക്കുന്നത് അറബിക്കടലിലാണ്, എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അതിർത്തിയിലാണ്. അവിടുന്ന് ചെറിയ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അതിർത്തി വരെ അറബിക്കടലാണ്. അറബിക്കടലിനാണ് 5 എയർക്രാഫ്റ്റ് കാരിയറുകൾ പോയി കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ മിസൈൽ വെച്ചിട്ടൊന്നും ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് ഫ്ലൈറ്റുകൾ പൊന്തിയിട്ട് ഏത് ഡെസ്റ്റിനേഷനിലാണോ മിസൈലുകൾ അയക്കേണ്ടത് അതിന് മുകളിൽ പോയിട്ട് കറക്റ്റ് പോയിന്റിലേക്ക് മിസൈൽ അയക്കാൻ പറ്റും. 1000 കിലോമീറ്റർ അകലേക്ക് അയക്കുന്ന മിസൈലിൻ്റെ ആക്യുറസി അല്ല ഒരു വിമാനത്തിൽ നിന്ന് അയക്കുന്ന മിസൈലിനുള്ളത്. ആ വിമാനത്തിൽ നിന്ന് അയക്കുന്ന മിസൈൽ കറക്റ്റ് പോയിന്റിൽ വീഴും. 1000 കിലോമീറ്റർ അകലെ നിന്ന് അയക്കുന്ന മിസൈൽ ഒരു 500 മീറ്ററിൻ്റെ ഉള്ളിലുള്ള ടാർഗറ്റഡ് റേഞ്ചിലാണ് പോയിട്ട് വീഴുക. കാരണം ഇത് താഴോട്ട് വരുന്ന ഫ്രീ ഫോൾ ആണ്. ബാലിസ്റ്റിക് മിസൈലിൽ കൺട്രോൾ കുറയും. നേരെ മറിച്ച് ഒരു വിമാനത്തിൽ നിന്ന് പായിക്കുന്ന സാധാരണ മിസൈലിന് അവസാന നിമിഷം വരെ അതിന് മൊനോബിലിറ്റി ഉണ്ട്. അത് എങ്ങനെ എങ്ങോട്ട് ഏത് ഭാഗത്തേക്ക് പോകണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിയന്ത്രണമുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളുണ്ട്. അപ്പം ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു പവർഫുൾ മിലിറ്ററിയാണ്. പക്ഷേ അവരുടെ നേവൽ ഫോഴ്സ് വളരെ വീക്കാണ്. അവർക്ക് സബ്മറൈൻസൊക്കെ ഉണ്ട്, 20ഓളം സബ്മറൈൻസ് ഉണ്ട്. പക്ഷേ അമേരിക്കയുടെ ആയിരക്കണക്കിന് സബ്മറൈൻസിൽ അമേരിക്കയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇറാൻ ഒന്നുമല്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാനുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ആവില്ല ആ ഫ്ലൈറ്റ് നയിക്കുക. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ലിമിറ്റഡ് ഫ്ലൈറ്റേ അവർ ചെയ്യുള്ളൂ. ബാക്കിയുള്ള ഭാഗം ചെയ്യുന്നത് നാച്ചുറലായിട്ടും അമേരിക്ക ആയിരിക്കും. കാരണം ഇസ്രായേലിലേക്ക് വന്ന 200 മിസൈലുകളിൽ ബഹുഭൂരിഭാഗവും ഇൻ്റർസെപ്റ്റ് ചെയ്തത് അമേരിക്ക തന്നെയാണെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഏകദേശം ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് സമാധാനത്തിലിരിക്കട്ടെ, സമാധാനത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തിടുക്കം കാട്ടരുത് എന്നാണ് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ഇറാൻ ഇനിയും ഒരു കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതിരിക്കട്ടെ എന്ന് റഷ്യ പോലും, വാസ്തവത്തിൽ റഷ്യയുടെ പ്രധാനമന്ത്രി ഇറാനിൽ പോയി ഇറങ്ങിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും റഷ്യയുടെ ഈ കാര്യത്തിലുള്ള ഇൻ്റർവെൻഷൻ ഡ്യൂബിയസ് ആണ്. റഷ്യക്ക് ഇതിനകത്തുള്ള താല്പര്യം എല്ലാവർക്കും അറിയാം. കാരണം റഷ്യ സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം പൊളിഞ്ഞു നിൽക്കുകയാണ്. കുറേ ആയുധങ്ങൾ വിറ്റാൽ റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറാൻ ഇസ്രായേലുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരുടെ പെട്ടിക്കാതിരിക്കുന്ന ഒരുപാട് ആയുധങ്ങൾ ഇറാൻ്റെ തലയിൽ കെട്ടിവെച്ച് അവിടുന്ന് കുറേ പൈസ അടിച്ചു മാറ്റാം. അതാണ് റഷ്യക്കുള്ള താല്പര്യം. അപ്പോൾ ആ താല്പര്യത്തിന് ഇറാൻ വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമായിരിക്കും. എന്തായാലും ഇറാനിലെ ആ റെജീം മാറേണ്ടതുണ്ട്. അത് മാറ്റുക എന്നുള്ളത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യമായിരിക്കും. അതിന് കൃത്യമായിട്ട് ഇറാൻ കൊണ്ട് വഴി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ആരെ ടാർഗറ്റ് ചെയ്യും? ഖമേനിയെ ടാർഗറ്റ് ചെയ്യുമോ, അല്ല അവരുടെ പവർ സ്റ്റേഷനുകളെ ടാർഗറ്റ് ചെയ്യുമോ, അവരുടെ ഡീസൽ അല്ലെങ്കിൽ ഓയിൽ ജനറേറ്റിംഗ് യൂണിറ്റുകൾ ടാർഗറ്റ് ചെയ്യുമോ, ഏതിനെയാണ് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് ആർക്കും അറിയില്ല. ധാരാളം ഊഹങ്ങൾ അറ്റ്മോസ്ഫിയറിൽ പറക്കുന്നുണ്ട്. എന്തായാലും ഈ യുദ്ധം വളരാതിരിക്കട്ടെ, എത്രയും വേഗം സമാധാനത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം.